ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 1ാം ക്ലാസ് തദ്രീബ് തിലാവയിലെ 19ാമത്തെ പാഠമായിട്ട് നമുക്ക് എന്താണ് പഠിക്കാൻ വരുന്നത്? നമ്മൾ ഇതിൽ പഠിക്കുന്ന അക്ഷരം ഏതാണെന്നൊക്കെ നോക്കിയാലോ. ഇവിടെ ഒരു ഡോക്ടർ ഉണ്ട് അല്ലേ. ഡോക്ടർക്ക് അറബിയിൽ എന്ത് പറയും? തൊബീബ്. തൊബീബ്. അപ്പോൾ ഇതിൽ പഠിക്കുന്ന അക്ഷരം തോ തോ തോ. അപ്പോൾ തൊബീബ് ഡോക്ടർ. തോ ആണ് ഇതിൽ പഠിക്കുന്നത്. നമുക്ക് തോഇൻ്റെ വ്യത്യസ്ത ഹർക്കത്ത് മാറി വരുമ്പോൾ ഉച്ചാരണമൊക്കെ മനസ്സിലാക്കാം, എഴുത്ത് രീതി മനസ്സിലാക്കാം. തൊഷ്തുൻ 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 തുറുസുൻ 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 തിറാസുൻ 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 റത്ബുൻ റത്ബുൻ റത്ബുൻ. തോ നീട്ടുന്നത് നോക്കുക. അതിലൂടെ അങ്ങനെ വന്നിട്ടാണ് അലിഫ് ഇടുന്നത്. തോ ഇറുൻ തോ ഇറുൻ. ഷുതൂബുൻ ഷുതൂബുൻ തൂ ഷുതൂബുൻ. അടുത്തതാ ഖതീബുൻ തീ ഖതീബുൻ. തോ തു തീ ത് റത്ത്. തോ തൂ തീ. ഓക്കെ, താഴെ അക്ഷരങ്ങൾ തോ തു തി ബത്ത് ബത്ത്. തോ തു തീ തൻ തുൻ തിൻ. തൻവീൻ ഫതഹ തൻവീൻ ലമ്മ തൻവീൻ കസറ തൻവീൻ തൊൻ തുൻ തിൻ. ഓക്കെ, ഇനി എന്താണ് നമുക്കിവിടെ തോ എഴുതുന്ന എഴുത്ത് രീതി മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോക്ക് ഇടയിൽ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് എല്ലാവർക്കും. ഞാൻ വീഡിയോ ചെയ്യാത്തത് ഈ ഒരു പ്രശ്നമൊക്കെ കാരണമാണ്. നമുക്ക് വീഡിയോസ് ഓരോ പാഠങ്ങളും മുമ്പോട്ട് ഇടാൻ കഴിയാത്തത്. എനിക്ക് വീഡിയോ എടുക്കാൻ കഴിയുന്ന സമയങ്ങളിൽ അടുത്ത വീട്ടിൽ പണി നടക്കുന്നത് കാരണം ഇങ്ങനെയുള്ള ശബ്ദങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പാഠഭാഗങ്ങളെ വീഡിയോ ചെയ്യാൻ വേണ്ടി ഒരുപാട് ദിനങ്ങളായി ഒരാൾ മെസ്സേജ് ഇങ്ങനെ ചെയ്യുന്നു. അപ്പം ഞാൻ സമയമൊന്നും വക വെക്കാതെ ഈ ശബ്ദം അതിൽ ഉൾപ്പെട്ടുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അസ്വസ്ഥതകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് തോ എഴുതുന്നത് മനസ്സിലാക്കണം. ആദ്യം എഴുതേണ്ടത് ഈ ഭാഗമാണ്. ഇതാണ് ആദ്യം എഴുതേണ്ടത്. അതാണ് ഇവിടെ 1 എന്നിട്ടുണ്ട്. തോ ഇത് എഴുതുക, പിന്നെ അലിഫ് മുകളിൽ നിന്ന് താഴോട്ട് ഇടുക. തോ എഴുതുന്ന രീതി മനസ്സിലാക്കുക. ആദ്യം ഇത് എഴുതുക, എന്നിട്ട് അലിഫ് മുകളിൽ നിന്ന് ഇടുക. തോ 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 തോ. അടുത്ത നക്ര വായിക്കാനാണ്. തോ വന്ന വ്യത്യസ്ത പദങ്ങൾ നമ്മൾ പഠിച്ച എല്ലാ അക്ഷരങ്ങളുമാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ചേർത്ത് വായിക്കണം. ഹ ത ബുൻ ഹ ത ബുൻ. ഷ ത് റുൻ ഷത്റുൻ ഷത്റുൻ. തുറുബുൻ തുറുബുൻ തുറുബുൻ. തോ നീട്ടാനുണ്ട്. തോബിഹുൻ ഹുൻ ഹ തോബിഹുൻ. സുതൂറുൻ സു സുതൂറുൻ. തതീറു തതീറു തതീറു. തോ തൂ തീ വന്നു. അടുത്തതാ അഹ്താത്തുൻ അഹ്താത്തുൻ അഹ്താത്തിൻ അഹ്താത്തിൻ അഹ്താത്തൻ. അഹ്താത്തുൻ അഹ്താത്തിൻ അഹ്താത്തൻ. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇനി ഖുർആനിൽ നിന്ന് തോ വന്ന ചെറിയൊരു ആയത്താണ്. വംതർന അലൈഹിം മതറ. വംതർന അലൈഹിം മതറ. അംതർന തോ വ അംതർന അലൈഹിം മതറ. തോ വന്നു. പിന്നെ വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ. വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ. അപ്പോൾ ഇവിടെ ഹുത്തുവാത്തി ഹുത്തുവാത്തി ഷൈത്താൻ. തോ വന്നതൊക്കെ മനസ്സിലാക്കാം. ഇനി തോ വന്ന ചെറിയ ഖുറാനിലുള്ള വേർഡ്സാണ്. റുത്തബൻ റുത്തബൻ. തുഹിത്ത് തുഹിത്ത്. തോഇരിൻ തോഇരിൻ. അസാതീറു അസാതീറു. ബിബാസിത്തിൻ ബിബാസിത്തിൻ ബിബാസിത്തിൻ. ഖിതാബൻ ഖിതാബൻ ഖിതാബൻ. അപ്പോൾ ഇതൊക്കെ അക്ഷരങ്ങളൊക്കെ മാറി
ഹർക്കത്തുകൾ മാറുന്നത് മനസ്സിലാക്കിയിട്ട് ഉച്ചാരണം മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, നമുക്കിതിൻ്റെ ദഫ്തർ തോലിബ് നോക്കാം. ഡോക്ടർ, തൊബീബ്, തൊബീബ്. അപ്പോൾ നമുക്ക് വർക്കുകളൊക്കെ നോക്കാം. ആദ്യം നുലവി നിറ നൽകാനാണ്. തോയിൻ്റെ എഴുത്ത് രീതി മനസ്സിലാക്കണം. ഇങ്ങനെ എഴുതിയതിന് ശേഷം അലിഫ് നൽകണം. ആ രീതിയിൽ കളർ നൽകുക. ഇതിൽ റെഡ് നൽകാം, ഇതിന് നമുക്ക് ഗ്രീൻ നൽകാം. അപ്പോൾ ഇവിടെ ആദ്യം എഴുതുക, എന്നിട്ട് അലിഫ് ഇട്ട് കൊടുക്കാം. മനസ്സിലാക്കുക. 1 2 അത് മനസ്സിലാക്കുക. ഇനി അടുത്ത നുലവിൻ എന്താണ്? നിറം നൽകണം. എന്തിന്? തോ ഉള്ള മാംഗോക്ക് 50 മാംഗോ. അപ്പോൾ ഇതിൽ തോ ഉള്ള 50 ഏതാണ്? ഒന്നത് തോ, ഇതിന് നിറ കൊടുക്കാം. പിന്നെ ഇവിടെ ഉണ്ട് തോ, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ബാക്കിയുള്ള അക്ഷരം ഏതാണെന്ന് നമ്മൾ വായിച്ചു നോക്കിയാലോ. സോദ് തോ, ലോദ് തോ, സീന് തോ തോ. അപ്പോൾ ഇങ്ങനെ വായിച്ചു നോക്കുക. ഇനി തോ എഴുതുന്ന എഴുത്ത് രീതി മനസ്സിലാക്കുക. ഇങ്ങനെ എഴുതുക, ഇത് എഴുതുക നർസ് മുകളിലൂടെ എഴുതുക, ഇതിടുക മുകളിലൂടെ എഴുതുക. ഇനി തോകൾ ചേർത്ത് എഴുതാൻ വരുമ്പോൾ മനസ്സിലാക്കുക. അങ്ങനെ നീട്ടുക. എന്നിട്ട് അടുത്ത തോയിൻ്റെ ദൈമിലൂടെ എഴുതുക, അലിഫിടുക. അടുത്തതും അതിന് മേലൂടെ എഴുതുക, അലിഫിടുക. അങ്ങനെയാണ് തോയിൻ്റെ എഴുത്ത് രീതി. മനസ്സിലായില്ല? അങ്ങനെ തന്നെ പിന്നെ മുകളിലൂടെ എഴുതി പഠിക്കട്ടോ. അങ്ങനെ ചേർത്ത് എഴുതുന്ന രീതി. തൊത്ത് ബൊൻ എന്നൊക്കെ വന്നാൽ 2 തോകൾ ഒരുമിച്ചാണ് വരിക. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ തോകൾ എഴുതുക. ഇനി നുക്കവിൻ കലിമത്തുകൾ ചേർത്തിട്ട് താഴെ ബോക്സിക്ക് വേർഡ്സ് ഉണ്ടാക്കണം. ഓക്കെ, നമുക്ക് എന്ത് എഴുതാം? നമ്മളിതുവരെ പഠിച്ച അക്ഷരങ്ങളൊക്കെ ചേർത്തിട്ട് വേണം എന്ത് എഴുതി കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് ഷ ത് റൊൻ, ഷത്ത് റൊൻ 1 അത് എഴുതാം. 1 എന്നിട്ട് ഞാൻ അതിൽ ഇട്ടാ. ഒക്കെ ഒന്നാമത്തേൽ 1 ഷത്ത് റൊൻ. അപ്പോൾ അത് ചേർത്തിട്ട് എഴുതാം. പിന്നെ അടുത്തതിന് സോ 2 സോ ബ് 2 സോ ബ് റോൻ 2. അപ്പോൾ 1ഉം 2ഉം ഇതിൽ വരുന്നുണ്ട്. സോ ബ് റോൻ. അപ്പോൾ രണ്ടാമത്തെ കള്ളിയിലേക്ക് അത് എഴുതാം. ഇനി മൂന്നാമത്തതാ നമുക്ക് ബ ദ് റോൻ അത് എഴുതാം. മൂന്നാമത്തെ കള്ളിയിൽ ബ ദ് റോൻ. മൂന്നാമത്തേന് റൂ എന്ന് ബദ് റോൻ. നാലാമത്തേൽ ലോ ലോ ബ 4 ലോ ബ ബുൻ ലോ ബ ബുൻ ലോ ബ ബുൻ. അങ്ങനെ ഒരു വേർഡ്സ് നാലാമത്തേൽ എഴുതാം. ഇനി ഒന്നും കൂടെ സഹറ സഹറ എന്ന് നമുക്ക് ഒരു വേർഡ്സ് ആക്കിയിട്ട് അടുത്ത കള്ളിയിൽ എഴുതാം. അപ്പോൾ എല്ലാ അക്ഷരങ്ങളും വെച്ചിട്ട് നമുക്ക് എഴുതാൻ കഴിഞ്ഞു. അഞ്ചാമത്തതിൽ സ ഹ റ 5. അങ്ങനെ 5 കളങ്ങളിൽ നമുക്ക് 5 വേർഡ്സുകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു. അപ്പോൾ ചേർത്ത് ഹ ഒക്കെ ചേർത്ത് എഴുതുമ്പം വരുന്ന ഹകളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം എഴുതാൻ. ഓക്കെ, അടുത്ത് നെക്തുബ് എന്താണ്? നമുക്ക് എഴുതണം. ഇവിടെ നമുക്ക് തൊഷ്ത് എഴുതി വരുന്ന എഴുത്ത് രീതിയാണ്. അപ്പോൾ ആദ്യം എഴുതുക, സീൻ എഴുതുക, ത എഴുതുക. മനസ്സിലായില്ലേ? എന്നിട്ട് പിന്നെ അത് സീൻ എഴുതുക, ത എഴുതുക, എന്നിട്ട് അലിഫ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ ആദ്യം എഴുതിയത് പിന്നെ നമ്മൾ ഓരോ കള്ളിയിലേക്കും അതേപോലെ എഴുതിയിട്ട് പിന്നെ ഓരോന്ന് ചെയ്യാണ്. ഒന്നിൽ ഫത്തഹ് ഇട്ട് കൊടുത്ത് പിന്നെ അടുത്തതിൽ അങ്ങനെ സീനിൻ്റെ പുള്ളി ഇട്ട് കൊടുക്കുന്നു, സുക്കൂൻ ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ ഓരോന്നോരോന്ന് എഴുതിയിട്ടാണ് തൊഷ്ത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ തൊഷ്ത്ത് പൂർണ്ണമായിട്ട് എഴുതുന്ന രീതി ഫസ്റ്റ് മുതൽ അവസാനം വരെ ഓർഡർ പ്രകാരം പോവുകയാണ് ചെയ്യുന്നത്. മനസ്സിലാക്കുക. തൊസ്ത് പിന്നെ തോന് ഫത്തഹ് ഇടുക, സീൻ ഇടുക, ത ഇടുക. അപ്പോൾ അത് പിന്നെ തോ ഫത്തഹ് ഇടുക, സീനിൻ്റെ പുള്ളി ഇടുക, തോൻ്റെ ഫത്തഹ് ഇടുക, സീനിൻ്റെ സുക്കൂൻ ഇടുക, ത അടുത്തതിൽ തൻ്റെ പുള്ളി ഇടുക, പിന്നെ തൻവീൻ ലമ്മ. അപ്പോൾ തൊഷ്തുൻ. അപ്പോൾ ഇതിൻ്റെ എഴുത്ത് രീതി മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ ഹ തൊബുൻ ഹ തൊബുൻ എഴുതിയ എഴുത്ത് രീതി മനസ്സിലാക്കുക. ഹ തൊബുൻ ഹ ഹ ഇതിന് ഫത്തഹ് തോയിൻ്റെ അരിഫ് ഇവിടെ നിന്നാണ് ഇടുന്നുള്ളൂ. മനസ്സിലായില്ലേ? ഹ തൊബുൻ ഹ തോയിൻ്റെ ഫത്തഹ് ഹ തൊബുൻ ബായിൻ്റെ പുള്ളിയിട്ട് ഹ തൊബുൻ തൻവീൻ ലമ്മട്ട്. അങ്ങനെയാണ് എഴുത്ത് രീതി പോകുന്നത്. മനസ്സിലാക്കി പഠിക്കുക എഴുത്ത് രീതിയൊക്കെ. പിന്നെന്താണ്? തബ് സു തു തബ് സു തു എഴുത്ത് രീതി വരെ ആദ്യം ഫസ്റ്റ് അത് അക്ഷരങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് താൻ്റെ ഡോട്ടും ഫത്തഹും ഇടുക.
പിന്നെ ബാഇൻ്റെ പുള്ളിടുക, പിന്നെ ബാഇൻ്റെ സുക്കൂനിടുക, പിന്നെ സീനിന് ലമ്മിടുക, പിന്നെ തോയിൻ്റെ ആ അലിഫ് പോലെ ഇടുക, പിന്നെ തോയിന് ലമ്മിടുക. അപ്പോഴാണിത് തബുസുത്ത് കംപ്ലീറ്റ് ആകുന്നത്. എത്തിരീതി മനസ്സിലാക്കുക. നമുക്ക് എക്സാമിന് തബുസുത്തു എഴുതി തുടങ്ങുന്ന രീതി എഴുതാൻ പറഞ്ഞാൽ തബുസുത്ത് തരും. അത് എഴുതി വരുന്ന ഓർഡർ എഴുതാൻ പറഞ്ഞാൽ ഇങ്ങനെ എഴുതി വരണം. മനസ്സിലായില്ല? അപ്പോൾ വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം, മനസ്സിലാക്കി പഠിക്കുക. ഇനി നെക്തുബ് എഴുതാനാണ്. വായിക്കുക. താഴെയുള്ള 5 കള്ളികളും താഴെന്ന് മുകളിലേക്ക്. തോ ബ ഹ തോ ബ ഹ, ബ ത് റുൻ ബത്ത് റുൻ, ഇ ബ് തുൻ ഇബ് തുൻ, സൗത്തുൻ സൗത്തുൻ. അപ്പോൾ വായിച്ചെന്നെ എഴുതുക. തോ ബ ഹ ബ ത് റുൻ, ഇ ബ് തുൻ, സൗത്തുൻ. അപ്പോൾ അതങ്ങനെ തന്നെ ഓർഡറിൽ മനസ്സിലാക്കി എഴുതുക. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ ചിത്രത്തിൻ്റെയും പേരുകൾ കണ്ടാൽ നമുക്ക് ഇതിൻ്റെ അറബി പേര് പറയാൻ വേണം. തൊബീബ് ചിത്രത്തിലേക്ക് മാച്ച് ചെയ്യാനും ചിത്രത്തിൻ്റെ താഴെ അതിൻ്റെ പേര് എഴുതാനൊക്കെ വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം. അപ്പോൾ എല്ലാ പാഠങ്ങളുടെയും ചിത്രത്തിൻ്റെ പേര് മനസ്സിലാക്കുക, അതിൽ പഠിക്കുന്ന അക്ഷരം ഏതാന്നൊക്കെ മനസ്സിലാക്കുക. അതിന് വ്യത്യസ്ത ഹർക്കത്തുകൾ നൽകി പറഞ്ഞു നോക്കുക. തോ തീ തു ത്വൻ, തോ തീ തു തുൻ തിൻ. അപ്പോൾ ഒക്കെ മനസ്സിലാക്കുക. ഇത്രയാണ് ഈ പാഠത്തിൽ മനസ്സിലാക്കാനുള്ളത്. ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് 1ാം ക്ലാസ്സാണ്, ട്യൂഷനോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുള്ളവർ എൻ്റെ മൊബൈൽ നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. 82 89 89 29 85 ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യാം. കുറഞ്ഞ ഫീസിൽ ട്യൂഷന് ടീച്ചേഴ്സിന് നൽകുന്നുണ്ട്. ഉപകാരപ്പെടുത്താം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.